ഇത് എന്താടാ രാഘവ ഇതും ചുമന്നുണ്ട്? വേറെ ആരും കിട്ടിയില്ലയോ നിനക്ക്? വേറെ ആരും കിട്ടിയില്ലെന്ന് വില ഉറപ്പിക്കുന്നതിന് മുമ്പ് 7 ആളാ പുറകില്. കൂലി കേട്ടപ്പോ തോന്നി ആ കാശുണ്ട് ഇതുപോലെ 10 പോലെ വേറെ വാങ്ങിക്കാന്ന്. അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ കാശ് കണ്ടവൻ തിന്നണ്ട. അയ്യടാ, എന്റെ ബന്ധത്തിൽ ഇങ്ങനെയും കൂറുള്ള ഒരുത്തൻ ഉണ്ടായല്ലോ. കാപ്പി വല്ലതും കുടിച്ചോടാ നീ? അയ്യോ, എന്തൊരു വാത്സല്യമാണ് എന്റെ അപ്പച്ചിക്ക്. നോക്ക്, എന്റെ മേലാകെ കുളിരണോ. കുളിരണ്ട മോനെ, ദേഹമല്ലോ കഴുതേ. ആർക്കും വേണ്ടാത്ത നിന്നെ ചെല്ലും ചെലവും തന്ന് ഞാൻ ഇവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതുവേ അപ്പച്ചിയെ സഹിച്ചിവിടെ കഴിയുന്നതിന് എനിക്ക് ഇതൊന്നും കിട്ടിയാ പോരാ. എന്താ അല്ല, തേങ്ങ എല്ലാം ഉണങ്ങി കിടക്കുകയാണെന്ന് പറയാ. ഉണങ്ങും. കാലത്തെ കൊല ചുമന്ന് കാശ് കുറെ ലാഭിച്ചതല്ലേ. എന്റെ കുഞ്ഞു പോയി വല്ലതും കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചാട്ടെ. അച്ഛൻ ഇപ്പൊ പ്ലെയിനിലല്ലേ മോളെ? കടലിന്റെ മുകളിൽ കൂടി എപ്പോഴും വരുവാ. അപ്പൊ വീണാലോ? കുരുത്തക്കേട് പറയുന്നോ? ഇല്ല, വീഴല്ലേ എന്റെ തേവരെ. ഇതെവിടുന്നാ? വെറുതെ നോക്കട്ടെ. ഒന്നല്ലേ, നീ ഒന്ന് കാണിച്ച നോക്കട്ടെ. ഇതെന്തിനാ മോക്ക്? എനിക്ക് വേണം. എന്തിനാ? അപ്പുന്റെ കഴുത്ത് കെട്ടാൻ. പട്ടുകുട്ടിയുടെ കഴുത്തിൽ റിബണോ? അച്ഛൻ വരുമ്പോ അപ്പു ചുന്നറിനാണ്ട്. അപ്പു, ഈ അപ്പു എവിടെ? മോക്ക് ധൃതിയായി അച്ഛനിങ് എത്താൻ. മോക്ക് മാത്രല്ല, ഈശ്വരാ, ഈ കാടൻ പൂച്ചയെ കൊണ്ട് ഞാൻ തോറ്റു. കണ്ടില്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്? ഹായ്, പൂച്ചയായാലും ശരി ആരായാലും ശരി, ഇന്ന് അതിനെ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. കുറെ ദിവസമായി രണ്ടിനെ ഞാൻ തേടിക്കൊണ്ട് നടക്കും. ആഹാ, അത്ര കൊള്ളില്ലല്ലോ. പിടിച്ച ഞാൻ വെറുതെ വിടൊന്നുമില്ല. തൊലി ഉരിച്ച് കൊത്തി എരിഞ്ഞ് കഷ്ണം കഷ്ണം ആക്കും. എന്നിട്ട് നല്ലപോലെ വിറക് കൂട്ടി തീയിട്ട് കമ്പിയെടുത്ത് കോർത്ത് മുളക് അരച്ചു പെരട്ടി ചുട്ടെടുക്കും. ആഹാ, എവിടെ ഇറങ്ങ വെളിയില്, മോശം. എന്റെ കുറുമ്പിക്കോതേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അച്ഛനിങ്ങി വരട്ടെ. ഒന്നും വേണ്ടാതിരിക്കും പിള്ളേരെ. നിക്കേ,
ചിന്നു ഇറങ്ങ്. ഹായ് മാളൂട്ടിയെ, അങ്ങ് വലുതായല്ലോ. അപ്പച്ചൂടെ സുന്ദരി കുട്ടി. ഇവളെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? ചിന്നുവിനെ മോടെ ചേച്ചിയാ, ദേടഗോപി മാളൂട്ടി. ഇത്രയും നേരമായിട്ട് കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എഴുത്തെങ്ങാനും കിട്ടിയില്ലയോ എന്ന്. സ്വർണ്ണ കച്ചവടം അല്ലേ, അങ്ങനെ പെട്ടെന്നൊക്കെ ഇട്ടെറിഞ്ഞ് പോരാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ കല്യാണ സീസണും. രമേശ് ചേട്ടന് വരാൻ മടിയായിരുന്നു, ഞാൻ വിട്ടില്ല. ഉണ്ണിക്കാണെങ്കിൽ കുറച്ചു ദിവസത്തെ ലീവല്ലേ ഉള്ളൂ. ഓരോരുത്തരെ അവിടെ വന്ന് കാണാൻ അവന് സാവകാശം ഉണ്ടാവോ? പോരാത്തതിന് അമ്മയുടെ പിറന്നാളും. രാജി എവിടെ? അകത്തെങ്ങാനും കാണും. പാമോനെ അതെ, ശതാവരി കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചൊന്ന് കുടിച്ചാലോ? രാജിയേ, കാറിലിരുന്ന് ചുട്ട് മേലാകെ ഉടഞ്ഞു. വന്നു കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ രമേശൻ നായർക്ക് ശരീരപ്രശ്നം? ശരീരധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ. ശരീരധനം പ്രധാനമാ, പക്ഷെ ഇതും ശരീരത്തിന്റെ ഒരു ഭാഗമാ, അത് മറക്കണ്ട. ആ. രമേശൻ നായരെ, തമാശ കളിക്കല്ലേ രമേശൻ നായരെ? കഷായം കുടിച്ചോണ്ടിരിക്കുക. അപ്പച്ചേ, അപ്പച്ചി. ഏയ്, അല്ല രാജി, തിരിച്ചു പോകുമ്പോ രാജി കൂടെ കൊണ്ടുള്ള വല്ല പരിപാടി ഉണ്ടോ അവന്? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നണില്ല. അതിന് ഗ്രീൻ കാർഡ് കിട്ടണമെന്നൊക്കെ എഴുതിയിരുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. വിലാസിനെ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കായിരുന്നു. അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് നിൽക്കാനോ? അയ്യോ, ഞാനില്ലേ. ഉള്ള കാര്യം പറയാലോ, രാജിയുടെ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. ഓ, അല്ല സൊറ പറച്ചിൽ ഇനിയും തീർന്നില്ലേ? കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നോക്ക്. കാലത്ത് എഴുന്നേക്കാനുള്ളതാ, വിമാനത്താവളത്തിൽ പോണം. പോയി കിടന്ന് ഉറങ്ങിന് കുഞ്ഞുങ്ങളെ, മതി കളിച്ചത്. പോ പോ പോ, പോയി കിടന്ന് ഉറങ്ങടി പോ. നാരായണ ഗുരുവായൂരപ്പാ. മാളൂട്ടേ, എവിടെ ഈ കുട്ടികള്? ഇതെന്നാ പണിയാ? റേഡിയേറ്ററിൽ ഒഴിക്കാനുള്ളതാ. ദേ, ആ പെട്ടിയുടെ ചാവി എവിടെ വെച്ചേ? എന്തായാലും മക്കളെ ഓടാതെ വീഴും. വാ മോളെ, കയറി. ഗോപി കയറിക്കേ. നാരായണ 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 നാരായണ. അല്ല, എല്ലാരും കൂടെ വീടടച്ചു പോയാൽ എങ്ങനെയാ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അല്ലമ്മേ, രാജ കൂടെ പോന്നോട്ടെ, ഞാനിവിടെ നിൽക്കാം. ഏയ്, അതൊന്നും ശരിയാകത്തില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതാ. ആ ശങ്കരൻ പോറ്റി വരികയാണെങ്കിൽ വൈകിട്ട് വരാൻ പറയണം. അപ്പൊ ഉണ്ണിയും കാണുമല്ലോ. പോവാൻ്റെ വാ.